ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ശ്ലോക ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ആദ്യമായിട്ട് നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തരാനായിട്ട് ഹർ ഗ്രേസ് ഭൂദേവി ദാസി മാതാജിയെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. തുടങ്ങട്ടെ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിങ്ങളുടെ എല്ലാവർക്കും ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ആശീർവാദം എനിക്ക് ഉണ്ടായിരിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗീതാ മഹാത്മ്യം 5ാമത്തെ ശ്ലോകം തൊട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഗീതാ മഹാത്മ്യം. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാത് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഗംഗാജലം പാനം ചെയ്യുന്നവന് മോക്ഷം പ്രാപിക്കുന്നു. അതേസമയം ഭഗവത്ഗീത പാനം ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം അവൻ തീർച്ചയായിട്ടും മോക്ഷം പ്രാപിക്കും എന്നർത്ഥം. മഹാഭാരതത്തിന്റെ സാരാമൃതമാണ് ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നും നിർഗളിച്ചതാണ് ഭഗവത്ഗീത. അതേസമയം ഗംഗയോ, ഗംഗ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അപ്പോൾ മുഖവും പങ്കവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ പക്ഷപാതമില്ലാത്ത പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗംഗാജലത്തെക്കാൾ കുറച്ചുകൂടി പ്രാധാന്യമാണ് ഭഗവത്ഗീത പഠനം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം, 6ാമത്തെ ശ്ലോകം. സർവോപാനിഷദോ ഗാവോ ഭോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഭഗവത്ഗീത, ഗീതോപനിഷത്ത് എന്നീ ഗ്രന്ഥങ്ങൾ എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. അതേസമയം എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യമായ ഈ ഭഗവത്ഗീത പാനം ചെയ്ത് ആനന്ദിക്കുന്നു. ശ്ലോകം 7. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. അതായത് ഇക്കാലത്തെ ജനങ്ങൾ ഒരേയൊരു ധർമ്മഗ്രന്ഥത്തെയും ഒരേയൊരു ഈശ്വരനെയും ഒരേയൊരു മതത്തെയും ഒരേയൊരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. ആകയാൽ ഏകശാസ്ത്രം, അതായത് ദേവകീ പുത്രഗീതം എന്ന ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം ഭഗവത്ഗീതയാകുന്നു.
ഏകോ ദേവ ദേവകീ പുത്രയേവ. സമസ്ത വിശ്വത്തിനും ഒരേയൊരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനി. ഒരേ മന്ത്രം, ഒരേ പ്രാർത്ഥന, അതായത് നാമസങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമസങ്കീർത്തനം. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. അതായത് ഒരേ ഒരു പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ. എന്താണത്? പരമദിവ്യോത്തമ പുരുഷന്റെ സേവനം. ഭക്തിയുത സേവനം ചെയ്തും ഭഗവത്ഗീത യഥാരൂപം, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചും ഹരേ കൃഷ്ണ മന്ത്രം നിരന്തരം ജപിച്ചും നമ്മുടെ സ്വന്തം വീടായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാശ്വത ലോകമായ ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ദുഃഖപൂർണവും നശ്വരവുമായ ഈ ഭൗതിക ഭവസാഗരത്തിൽ നിന്നും ഇനി ഒരു ജന്മം ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, 9-ാമത്തെ ശ്ലോകം എന്താണ്? ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്താ ദേഹം പുനർജന്മ നൈത്തി മാമേതി സോർജന. അതായത് അർജുനോട് പറയുന്നതാണ്, അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കിയവർ മരണശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ എന്റെ ശാശ്വതമായ ലോകമായ ഗോലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി, ഇത്രയും നന്നായി ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്നേന്ന്. ഇനി അടുത്തതായി നമുക്ക് ഹരിനാമ മഹിമ പറഞ്ഞു തരാനായി ഹർ ഗ്രേസ് ലളിത സുധാമയി ദേവിദാസി മാതാജിയെ ക്ഷണിക്കുന്നു. കൃഷ്ണ മാതാജി. മാതാജി ഹരേ കൃഷ്ണ. എനിക്ക് മാതാജിക്കും പ്രഭുവിനും എൻ്റെ ശിഷ്യൻ ഗുരുക്കന്മാരുടെയും ഇവിടെയുള്ള എല്ലാ ഭക്തന്മാരുടെയും പാദങ്ങളിൽ പ്രണാമം വെച്ചുകൊണ്ട് തുടങ്ങുന്നു. ഭഗവാന് ഗുരുപരമ്പരകളുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂധരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചും അവർക്ക് എങ്ങനെ ഭഗവത് പദം ലഭിച്ചു എന്നതിനെ കുറിച്ചും വിവരിച്ചു തന്ന വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതം അവസാനിപ്പിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം നമാമി ഹരിം പരം. സർവപാപ പ്രതികരണങ്ങളെ നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നതിനും വേണ്ടി ഹരിനാമ ജപം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സാധിക്കുമെന്ന് ഇവിടെ നമുക്ക് വ്യാസമഹർഷി പറഞ്ഞു തന്നിരിക്കുന്നു. പിന്നീട് കലിയുഗത്തിന്റെ ആ പ്രഥമ സന്ധ്യയിൽ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഹരിനാമ, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം വിതരണം ചെയ്യുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിൽ അവതരിക്കും. അദ്ദേഹം അന്ന് നമ്മൾക്ക് അർഹതയുണ്ടോ അതോ അർഹതയില്ലോ എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും ഈ ഒരു ഹരിനാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം വിതരണം ചെയ്യുകയുണ്ടായി. പിന്നീട് ഇസ്കോൺ സ്ഥാപകാചാര്യൻ ശ്രീല പ്രഭുപാദർ, ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ ഈ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയും ഇപ്പോഴും അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവത്തിന്റെ മുഴുവൻ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ശിഷ്ടാഷ്ടകം എന്ന പേരിൽ 8 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു പദ്യം എഴുതുകയുണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പദ്യത്തിൽ ആ ഒരു ആദ്യത്തെ ശ്ലോകം തന്നെ ഹരിനാമ ജപത്തിന്റെ മഹാത്മ്യം, അല്ലെങ്കിൽ അത് ഹരിനാമ ജപം കൊണ്ടുള്ള ആ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്ക് എന്താണെന്ന് ആ ആദ്യത്തെ ശ്ലോകം ഒന്ന് നോക്കാം.
ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയഃ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാഗ്നശ്രവണം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ചേതോ തർപ്പണമാർജനം. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഒരു മാലിന്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഹരിനാമം ജപിക്കുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ അതൊക്കെ മാറി മനസ്സ് ശുദ്ധിയാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടെ ചൈതന്യ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭാഗവതത്തിൽ അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നത് മൃഗാരിയുടെ കഥയെ കുറിച്ചിട്ട്. മൃഗാരി എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം മൃഗങ്ങളുടെ ശത്രു എന്നാണ്. അപ്പൊ ഈ മൃഗാരി എപ്പോഴും ഒരു മൃഗങ്ങളെയൊക്കെ കുന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മൃഗങ്ങളെ കൊന്ന് ആ പാതി ചെത്തുപോയിട്ടുള്ള പാതി ജീവൻ ആയിട്ടുള്ള ആ മൃഗത്തിന്റെ ആ വേദന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു ക്രൂരകൃത്യം കണ്ടുകൊണ്ട് വന്ന ഒരു ദിവസം നാരദ മഹർഷിയും പർവ്വതമുനിയും കൂടി ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു അടുത്തേക്ക് വന്ന സമയത്ത് ഇത് കണ്ട് വേദനിച്ച നാരദ മഹർഷി അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാരദ മഹർഷിയുടെ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ആ മൃഗാരി എന്ത് ചെയ്തു വെച്ചാല് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അവിടെ നിത്യേന അദ്ദേഹം ഹരിനാമം ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. അതൊരു സാധനയായി എടുത്തു അദ്ദേഹം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നാരദ മഹർഷി ആ സമയത്ത് അവിടേക്ക് വരുന്ന ഒരു സമയത്ത് ദൂരെ നിന്നും അദ്ദേഹത്തെ കണ്ട മൃഗാരി എന്താ ചെയ്ത് അദ്ദേഹം വേഗം ചെന്ന് നാരദ മഹർഷിയെ പ്രണമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് അദ്ദേഹത്തിന് പ്രണമിക്കാൻ നോക്കുമ്പോഴൊക്കെ താഴെ ചെറിയ ചെറിയ ഉറുമ്പുകളും പ്രാണികളും ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് അതിന് ഇദ്ദേഹം പ്രണമിക്കുമ്പോൾ അത് ചത്തുപോകുമോ എന്നുള്ള ആ ഒരു വിഷമം അദ്ദേഹത്തിന് കാരണമാണ് പ്രണമിക്കാൻ സാധിക്കാത്തത്. അപ്പൊ ആ ഹരിനാമ ജപം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ കാരുണ്യം, ദയ, സ്നേഹമൊക്കെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പം പിന്നീട് ഇങ്ങനെ നാമം ജപിക്കും തോറും നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, അതിന് അറ്റവും കണക്കുമില്ല. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചൈതന്യ ഭഗവാൻ പറയുന്നു, ഒരു അഗ്നിയെ പോലെയാണ്, കാട്ടുതീയെ പോലെയാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങള്. അത് 10 കെട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ഇതുപോലെയാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ നിത്യേന നാമം ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതായി ഇനി നമുക്ക് ഒന്നും ഭഗവാനെ വേണ്ട, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് ശ്രേയഃ കൈരവ ചന്ദ്രികാ വിതരണം. നമ്മുടെ മനസ്സ് ചന്ദ്രികാ വിതരണം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ കിരണങ്ങൾക്ക് വളരെ കുളിർമയേറിയതാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു കിരണം നമ്മുടെ മനസ്സ് എപ്പോഴും കുളിർമയോടുകൂടി ശാന്തമായിട്ട് സമാധാനത്തില് ഈ ഒരു നാമജപം നമ്മളെ എത്തിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് നമുക്ക് എല്ലാ ജ്ഞാനവും തരുന്നു എന്ന് പറയുന്നു. ക്രമേണ നമ്മളിലേക്ക് ജ്ഞാനവും ഈ ഹരിനാമ ജപത്തിന്റെ ആ ഒരു ശക്തിയാണ് പറയുന്നത്. നാമജപം ചെയ്യുന്നതിനുള്ള നമ്മളിലേക്ക് ജ്ഞാനവും വന്നു ചേരുന്നു. ജഡഭരതന്റെ കഥ കേട്ടിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ജഡഭരതൻ കുട്ടി പറയുന്നുണ്ട്, അദ്ദേഹം കാളിക്ക് സമർപ്പിക്കാൻ വേണ്ടി ജഡഭരതനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വളരെ ശാന്തനും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഫേസ് ചെയ്തിരുന്നത്. കുളിച്ച് സുന്ദരനാക്കി അദ്ദേഹത്തിന് പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുങ്കുമൊക്കെ ധരിപ്പിച്ചിട്ട് കാളിക്ക് സമർപ്പിക്കാൻ വാളെടുത്ത് അദ്ദേഹത്തിന് വെട്ടാൻ പോകുന്ന സമയത്തും അദ്ദേഹം ചിന്തിക്കുന്നത്, ഇന്ന് കാളിക്ക് സമർപ്പിക്കാനാണ് എനിക്ക് ഈ ഒരു നിയോഗമെങ്കിൽ ആര് വിചാരിച്ചാലും, സാക്ഷാൽ ഈശ്വരൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ മറ്റാര് വിചാരിച്ചാലും അത് തടയാൻ സാധിക്കില്ല. മറിച്ചാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ എനിക്ക് രക്ഷ തന്നെ, എനിക്കതിൽ എന്റെ രക്ഷ ലഭിക്കും എന്നുള്ള ആ ഒരു ജ്ഞാനം അദ്ദേഹത്തിൽ വന്നു ചേർന്നിരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ആ സാധനയുടെ ശക്തി കൊണ്ടായിരുന്നു, ആ നാമജപത്തിന്റെ ശക്തി കൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ നമ്മുടെ ജ്ഞാനം വന്നു ചേരുന്ന സമയത്ത് നമ്മളിൽ ഉത്സാഹം, വിദ്യാവധൂ ജീവനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിനൊരു ഉദാഹരണം പറയുന്നത്? ഒരു നവവധുവിനെ പോലെ. നവവധു എങ്ങനെയാണെങ്കിലും ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും, ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം, ഇങ്ങനെ എന്ത് ചെയ്യാനും വളരെ ഉത്സാഹമായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേ അതൊക്കെ പോകും. എന്നാൽ എപ്പോഴും നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അവരുടെ ഉത്സാഹം ഒരു നവവധുവിനെ പോലെയായിരിക്കും എന്ന് പറയുന്നത്.
രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് മംഗളാരതി ചെയ്ത് തുളസിയൊക്കെ സമർപ്പിച്ച് ഭഗവാന് പ്രസാദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ എപ്പോഴും ഉത്സാഹം ഓരോന്നും ചെയ്യാൻ നമ്മുടെ പാരൻസിനെ നോക്കുന്നു. അവരെ ഭഗവാന്റെ അംശമാണ്, മക്കളെ, ഭർത്താവിനെ, ഇവരെല്ലാവരും നമ്മൾ എല്ലാം ആ ഒരു ഭഗവത് സേവനമായിട്ട് കണ്ടിട്ട് അവരെയൊക്കെ ഈ ഒരു കർമ്മം എനിക്ക് നിയോഗിച്ചതാണ് എന്ന ആ ഒരു ജ്ഞാനം നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഭഗവത് സേവനമാണ്, അവരെ നോക്കുന്നതും. കാരണം ഇവരെല്ലാവരും ഞാനും ഭഗവാന്റെ അംശമാണ്, അംശത്തിന്റെ കടമ പൂർണ്ണത്തെ സേവിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഈ ഒരു ഹരിനാമ ജപം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. അപ്പം ഭഗവാനെ സന്തോഷിക്കുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും നമ്മളിലേക്കും ആനന്ദം വന്നു ചേരും എന്ന് പറയുന്നു. ഈ ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ചൈതന്യ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഹരിനാമം ജപിക്കുമ്പോൾ ഉള്ള 5 സ്റ്റെപ്പിലൂടെ നമുക്കിത് പറഞ്ഞു തരുന്നു. അതിന്റെ ആ ഗുണം നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്ന് പറഞ്ഞു തരുന്നു. നമുക്കും ഇതുപോലെ നമ്മുടെ ആ മനസ്സൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കി മനസ്സ് ശാന്തിയും സമാധാനവും ഒപ്പം ജ്ഞാനവും ലഭിച്ച് ആനന്ദത്തിലെത്തിച്ചേരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായിട്ട് നമുക്ക് ഹരിനാമത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നേന് വളരെയധികം നന്ദി. അടുത്തതായി ഭഗവത്ഗീത ശ്ലോകം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായി ഹിസ് ഗ്രേസ് ശരണ്യ ശ്യാമ സുന്ദർദാസ് പ്രഭുജിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഭഗവത്ഗീത ശ്ലോക 3 അധ്യായത്തിൽ 22-ാം ശ്ലോകം മുതൽ 43-ാം ശ്ലോകം വരെയാണ് പ്രഭുജി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ ഞാൻ പ്രഭുജിയെ പറ്റി കുറച്ച് പറഞ്ഞു തരാൻ ഞാൻ. ശ്രീ സാരിഷ് വാസ് ബോൺ ഇൻ Manyumal in Ernakulam district in 2011. He went to Bahrain for work. There he got associated with ISKCON. In 2013, he took initiation from His Holiness Jayapataka Swami Maharaj. His initiation name is Saranya Shama Sundar Das. He currently lives in Kodungalur. His family consists of his wife, son and daughter. Prabhu is an integral part and an active participant in the satsangs in Kodungalur and Kochi. Hare Krishna, Prabhuji. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവർക്കും ഭഗവത്ഗീത സത്സംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരം മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവിതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. പീതാംബരം കരവിരാജിത ശംഖചക്രം കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭഗവത്ഗീത സത്സംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കർമ്മയോഗമാണ്. കർമ്മയോഗത്തില് 22-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് വളരെ സ്പീഡിൽ പോകേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇപ്പോ ഈ സമയത്തിന്റെ കുറവും എനിക്കറിയില്ല എങ്ങനെയാണിത് തീർക്കാൻ പറ്റുക. നല്ല മാതാജിയുടെയൊക്കെ പ്രാർത്ഥനയും ദീപാ പ്രോജിയുടെയൊക്കെ ഇതോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോ പഠിക്കുന്നത് കർമ്മയോഗമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച അധ്യായം നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്, അല്ലെ? ആത്മസാക്ഷാത്കാരം എന്താണ്, നമ്മൾ ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പറയുന്നുണ്ട് നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അർജുനനെ ഭഗവാൻ വളരെ എന്താണ് പറയുന്നത്, വളരെ കൃത്യമായിട്ടാണ് അർജുനനെ ഭഗവാൻ തിരഞ്ഞെടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അർജുനൻ ക്ഷത്രിയനാണ്, അർജുനാണ് ആ യുദ്ധം ജയിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ ധാരണ ഭഗവാനുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് അർജുനനെ നിനക്ക് ഭീമൻ ഉള്ള ആളാണ്. പക്ഷെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാരഥന്മാർ വേറെയുണ്ട്, അല്ലെ? അപ്പൊ അവർ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനെ തെരഞ്ഞെടുത്തത്. അതിന് പകരം നാരദനെയോ അല്ലെങ്കിൽ മറ്റു മഹർഷിമാരെയൊക്കെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? ഓ, ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെ? ഇതൊരു ബ്രാഹ്മണ അല്ലെങ്കിൽ മഹർഷിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജ്ഞാനമാണെന്ന് ചിലപ്പോൾ പറഞ്ഞ് നമ്മളിതൊക്കെ ഒഴിഞ്ഞു കളഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ എന്താണ്, എങ്ങനെ ഭഗവാന്റെ ഇതിൽ നിന്ന് ഒഴിയാം, മായയിൽ നമ്മൾ എങ്ങനെ നിൽക്കാന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതാണ് ഭഗവാൻ അർജുനെ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോ കഴിഞ്ഞ നമ്മുടെ ഈ കർമ്മയോഗത്തില് ഒന്നാമത്തെ ഇത് മുതൽ 21 വരെ ഉള്ളത് നല്ല മന്ത്രിച്ച് എടുത്തിരുന്നു. അപ്പൊ കർമ്മയോഗത്തില് അഥവാ ഭക്തിയുത സേവനം അത് എപ്രകാരമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉയർന്നതാണ് നമ്മുടെ ഭക്തിയുത സേവനം എന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ 21 ശ്ലോകം വരെ, അല്ലെ? ആസക്തിയില്ലാതെ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഭഗവാൻ ഇവിടെ ശരിക്കും 21 ശ്ലോകം വരെ വിശദീകരിച്ചത്. നമ്മുടെ ജന്മങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആത്മസാക്ഷാത്കാരം പ്രാപിച്ച വ്യക്തിയുടെ നില, ഒരു വ്യക്തിയുടെ നിലയാണ് ഭഗവാൻ 21 ശ്ലോകം വരെ ഭഗവാൻ പ്രഖ്യാപിച്ചത്. ഇനി ഇവിടെ നിന്നിട്ട് 22 ശ്ലോകം മുതൽ ഭഗവാൻ എന്തെയും സ്വന്തം ഉദാഹരണം, ഭഗവാൻ എങ്ങനെയാണ് ഈ ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ നിയമങ്ങളെ തെറ്റിക്കാതെ ആ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി അവന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങള് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവർക്ക് ഭഗവാൻ സ്വയം തന്നെ ആ ശാസ്ത്രം മറ്റുള്ളവർക്ക് അനുശാസിക്കുന്ന രീതിയിൽ കാണിച്ചു തരികയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണഭക്തിയോടെ യുദ്ധം ചെയ്ത് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാകണമെന്ന ഉപദേശം ഭഗവാൻ അർജുനന് കൊടുക്കുകയാണ്. അപ്പോ നമ്മള് തന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പാപപ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് അർജുന്റെ ചോദ്യത്തിന് കൃഷ്ണൻ ഭഗവാൻ എന്ത് ചെയ്യുന്നു, കാമം എന്ന നിത്യശത്രുവിനെ കുറിച്ച് വിവരിക്കുകയാണ് ഈ അധ്യായം മുഴുവൻ. അപ്പൊ കൃഷ്ണാവബോധത്തില് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് കാമത്തെ കീഴടക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ പ്രതീക്ഷ അതാണ്, അല്ലെ? കൃഷ്ണാവബോധം നമ്മൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ കാമത്തെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൃഷ്ണാവബോധം എന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തില് ഓരോരുത്തർക്കും എന്തെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഈ അധ്യായം പറയാണ്. ഒരു വ്യക്തിയെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് മോചിപ്പിക്കുകയോ ആ കർമ്മത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ കർമ്മശുദ്ധി എപ്പോഴും നമ്മൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഈ അധ്യായം പറയാണ്. അപ്പൊ ആദ്യം നമുക്ക് 22 ശ്ലോകം നമുക്ക് വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. വിവർത്തന ഭാവാർത്ഥ ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കീജ്. എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓം തത്സത്. വിഷ്ണുപാദായ കൃഷ്ണ കൃഷ്ണായ ശ്രീമതി അപ്പോ ഇവിടെ ഭഗവാനെ കുറിച്ച് ഇനി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാൻ എന്താണ് ചെയ്യുന്നത്, ഭഗവാൻ ആരാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ അർജുന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോ ഒരു ശ്ലോകം ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അത് വായിക്കുന്നില്ല. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിയന്താക്കളെയെല്ലാം
ഭഗവാൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നിയന്ത്രിതരാണ്. പക്ഷെ നമ്മൾ നിയന്താക്കളാണ് എന്ന രീതിയിൽ നമ്മൾ ഭാവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മുടെ ഫാമിലിയെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി, നമ്മുടെ ജോലിക്കാരെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ എന്താണ് നമ്മൾ നിയന്ത്രിതരാണെങ്കിലും നമ്മൾ നിയന്താവാണെന്ന് സ്വയം ഇത് ചെയ്യുന്നു. അതാണ് കാമത്തിന്റെ പ്രത്യേകത. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഈശ്വരന്റെ ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ജീവാത്മാവായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെപ്പോഴും എന്താണ് മറ്റുള്ളവരുടെ ഒരു നിയന്താവ് താനാണെന്നുള്ളൊരു ഭാവം നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, സകല ജീവജാലങ്ങൾക്ക് നിയന്താവ് ഭഗവാൻ തന്നെയാണെന്ന് ഇവിടെ പറയുന്നത്. പ്രത്യേകമായ അധികാരങ്ങള് ഉപദേവതകൾക്ക് അല്ലെ, നമ്മുടെ ദേവഗണങ്ങൾ 33 കോടി ദേവഗണങ്ങൾക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അവർക്കെല്ലാം പൂജനീയരാരാണ്? ഭഗവാൻ തന്നെയാണെന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ സാധാരണമായുള്ള ഒരു ജീവാത്മാവിന്റെ രൂപം പോലെയല്ല ഭഗവാന്റേത്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം ഒരേപോലെ തന്നെയാണ്. അതിനൊന്നും യാതൊരു വ്യത്യാസമില്ല. നമ്മളിലേക്ക് എന്താണ് ഒരു ഇന്ദ്രിയം, ഇപ്പൊ ഒരു കണ്ണ് കൊണ്ടിട്ട് ആ കണ്ണിന്റെ കാഴ്ചശക്തി മാത്രമാണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഭഗവാന് ഒരു ഇന്ദ്രിയം കൊണ്ട് തന്നെ മറ്റിന്ദ്രിയങ്ങളുടെ ജോലി നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ ഇന്ദ്രിയാതീതൻ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോ ഭഗവാൻ അത് പറഞ്ഞു വരികയാണ്, ഭഗവാൻ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണ സത്യമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല എന്ന് പറയാണ്. എന്താ പറയുന്നത്, ഇവിടെയുള്ള സകല കാര്യങ്ങളും ഭഗവാനിൽ നിന്ന് നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ എന്താണ്, ഇതിന്റെ എല്ലാ എലമെന്റും നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഭഗവാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അതാണ് ഭഗവാന്റെ ആ സുപ്പീരിയർനെസ് ഭഗവാൻ അവിടെ ആദ്യം തന്നെ പറയുകയാണ് ഭഗവാൻ എന്താണെന്നുള്ളത്. അടുത്ത ശ്ലോകം നോക്കാം. യദീഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, വിധിക്കപ്പെട്ട കർമ്മങ്ങള് ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലെ. ഭഗവാൻ എന്താണ്, ഭഗവാൻ ആദ്യ അന്തവുമില്ല, ഭഗവാൻ സുപ്പീരിയർ ആണ്. ഭഗവാനെ പിന്തുടരുന്ന ആളുകൾ എന്നും ആ മാർഗം പിന്തുടരുക തന്നെ ചെയ്യും. അപ്പോ ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സ്വാസ്ഥ്യം പുലർത്തിപ്പോരാൻ വേണ്ടി വംശപാരമ്പര്യം അനുസരിച്ചുള്ള ആചാരങ്ങൾ സംസ്കാര സമ്പന്നനായ ഏതു മനുഷ്യനും വിധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശീലിച്ചു പോരുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മൾ അത് എന്താണ്, ബദ്ധരായ ജീവാത്മാക്കളെ അല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും ബാധിക്കുന്നവയല്ല ഈ നിബന്ധനകൾ. എങ്കിലും തന്റെ അവതാരം തന്നെ ധാർമ്മിക പ്രമാണങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാകണം എന്നതുകൊണ്ട് അദ്ദേഹം ആ നിബന്ധനകൾ അനുസരിച്ചു. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ടാണ് ആ നിബന്ധനകൾ പാലിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനിൽ നിന്ന് നമുക്കത് കണ്ട് പഠിക്കുവാനും അല്ലെ, ഭഗവാൻ സ്വയം നമുക്ക് ആ ഉദാഹരണം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥൻ എന്ന നിലയിലും കുട്ടിയായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളും എല്ലാം ഭഗവാൻ ആ ധർമ്മം അനുസരിച്ചിട്ട് തന്നെയാണ് ഗൃഹത്തിനകത്തും പുറത്തും ഭഗവാൻ അനുഷ്ഠിച്ചിരുന്നതെന്ന് ഭാഗവത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 24. ഉത്സീദേയുരിമേ ലോക ന കുര്യം കർമ്മ ചേതഹം സങ്കരസ്യ ച കർത്ത സ്യാമുപഹന്യാമി മാ പ്രജഃ. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു സമൂഹം ഒരു നാഥനില്ലാത്ത അല്ലെ. ഇതിനു മുമ്പത്തെ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം. അത് നല്ല മതത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം അല്ലെ, അദ്ദേഹത്തിനെ കണ്ട് ആചരിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെ. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ഭഗവാനോട് പറയാണ്. അതായത് ഭഗവാൻ അങ്ങനെ ഒരു ധർമ്മം കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ആ ധർമ്മത്തിനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ സമാധാനം, നമ്മുടെ ജീവാത്മാക്കളുടെ സമാധാനം നഷ്ടപ്പെടും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് കാരണമാകും. ആ ജനപ്പെരുപ്പ് എന്ത് ചെയ്യും, അവര് സംസ്കാരം ഒന്നും ശീലിക്കാത്തത് കൊണ്ട് അവര് ഈ എന്താ പറയുന്നത് കലിയുഗത്തിന്റെ വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ലോകം പോവുകയും ചെയ്യും. അപ്പോ അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത്, സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാവുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത്
ഈ സാമൂഹ്യ അസ്വസ്ഥത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിന്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. അപ്പോ നമ്മള് ഭഗവാനെ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ശിലപ്രഭാത് പറയുന്നുണ്ട്, അല്ലെ? നമ്മള് ഭഗവാന്റെ കൽപ്പന അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. മറിച്ച് ഭഗവാൻ എന്താണ് ചെയ്തത് അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? പല ഉദാഹരണങ്ങൾ ഇതിനകത്ത് പ്രഭാതര് കോട്ട് ചെയ്യുന്നുണ്ട്. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് നമുക്ക് ഉയർത്താൻ സാധിക്കും? ഇല്ല, സാധിക്കില്ല. പക്ഷെ ഭഗവാൻ എന്താ അത്രയും സജ്ജനങ്ങളെ ആ സത്സംഗത്തെ ഒരുമിച്ച് കൊണ്ടുവരാനും, അല്ലെ, അവരെയൊക്കെ ഒരുമിച്ച് നിർത്താനും ഭഗവാന്റെ നാമം ജപിപ്പിക്കാനും ഭഗവാന്റെ സുപ്പീനസ് കാണിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചു. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാൻ എന്താണ് ചെയ്തത് അതേപോലെ ചെയ്യാൻ സാധിക്കില്ല. ആ സത്സംഗത്തിൽ ഇരുന്നു കൊണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സത്സംഗത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റും, അല്ലെ? ഒരു സത്സംഗം നടക്കുന്നിടത്ത് ഭഗവാൻ ഭക്തരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്ത്, അപ്പൊ അതാണ് ഇപ്പോ അതേ മഹാദേവൻ. പക്ഷെ അത് എന്താണ്, അദ്ദേഹത്തിന്റെ ആ തപശക്തിയും യോഗശക്തിയും ഭഗവാനോടുള്ള ഇത് കൊണ്ടിട്ട് അത് സ്വന്തം കഴുത്തിൽ തടഞ്ഞിട്ട് സാധിക്കും. നമുക്ക് അതുപോലെ സാധിക്കും. ഒരു ജലത്തിലെ വിഷം കലർന്നെങ്കിൽ ആ വിഷം നമുക്ക് മാത്രം എടുത്ത് കുടിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മൾ അനുകരിക്കാൻ പാടില്ല. മറിച്ച് അത് എന്തിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അത് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ മഹാദേവൻ ചെയ്തതും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, അല്ലെ? ഭഗവാൻ കൊടുത്തേക്കണ ഡ്യൂട്ടിയാണ് നമ്മുടെ 30 കോടി ദേവഗണങ്ങളും ചെയ്തു പോരുന്നത്. അപ്പോ അവരത് അനുസരിക്കുക മാത്രമേ ചെയ്യുന്നത്. ഭഗവാന്റെ മേലെ ഇത് ചെയ്യാൻ അവർ നോക്കുന്നില്ല. ഇടയ്ക്ക് അവർക്കും ഇത് വരാറുണ്ട്, അല്ലെ? അതാണ് ആഗ്രഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത്. അപ്പോ നമ്മൾ സ്വയം ഭഗവാനാണെന്ന് ചിന്തിക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് പേര് ദേവഗണങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഞാനാണ് സുപ്പീരിയർ എന്നൊക്കെ തോന്നല് അവർക്കും ഉണ്ടാവും. കാരണം അവര് വിശുദ്ധ സത്വഗുണത്തിലുള്ള ആളുകളാണെങ്കിൽ കൂടി ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള അവരെല്ലാം ഭഗവാന്റെ മക്കൾ തന്നെയാണ്. ഭഗവാന്റെ ഓരോ ഡ്യൂട്ടിക്കായിട്ട് ഭഗവാൻ ഈ പ്രകൃതിയിൽ ഇട്ടേക്കുന്ന ഡ്യൂട്ടിക്കായിട്ട് ഇട്ടേക്കുന്ന ആൾക്കാരാണ്. അത് മറന്നുപോകും. നമ്മളും അതേപോലെ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. നമ്മളത് മറന്നുപോയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് നരയിക്കുന്നത്. ഇപ്പൊ ശ്ലോകം 25, സക്താഹ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരതാം കുര്യാദ് വിദ്വാംസ്തഥാ സക്ത അസ്യകീർഷ ലോകസംഗ്രഹം. അറിവില്ലാത്തവർ ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? നമ്മളെല്ലാവരും ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം, അല്ലെ? അപ്പോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ആ ഫലത്തിൽ നമുക്ക് ആസക്തി ഉണ്ടാവാൻ പാടില്ല. കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്, അല്ലെ? കൃഷ്ണാവബോധമുള്ളവരെന്താണ്, ആസക്തി ഉണ്ടാവില്ല. ആഗ്രഹങ്ങള് എല്ലാം ഭഗവാനെ സമർപ്പിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? പക്ഷെ അതല്ല, കൃഷ്ണാവബോധം ഇല്ലാത്തവരെന്താണ് ചെയ്യുന്നത്, അവര് ആ ആസക്തിയോട് കൂടിയിട്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. കൃഷ്ണാവബോധമുള്ള ആൾ അതിന്റെ വളർച്ച കുതുകാത്തതായുള്ള ഒരു കർമ്മവും ചെയ്യില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അതായത് നമ്മുടെ ഗുരുമഹാരാജ് ഒരുപാട് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്, അതെ, ലാപ്ടോപ്പ്, അങ്ങനെ ഒരുപാട് ആളുകളായിട്ട്. പക്ഷെ അത് കൃഷ്ണാവബോധത്തിന്, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിവോട്ടികളാണ്, നമ്മൾ മാക്സിമം കൃഷ്ണാവബോധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പതുക്കെ ചിലപ്പോൾ എന്താണ്, മൊബൈൽ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും പലതും നമ്മൾ നോക്കും. പല സമയങ്ങളും അതിനുവേണ്ടി നമ്മൾ ചിലവാക്കാറുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പോ ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടിയും ഭക്തൻ എന്താണ് ഇതിനകത്ത് പറയുന്നത്, എന്നാൽ എങ്ങനെ ചെയ്യുന്നത്, സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടിയും ഭക്തൻ ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടേക്കും ചെയ്യുന്നത്. മറ്റുള്ളവർ സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിവോട്ടി എന്താണ് ചെയ്യേണ്ടത്, അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഈ ഭഗവാന് ഭോഗ ഓഫർ ചെയ്തിട്ട് കഴിക്കും. അപ്പൊ അത് എന്താണ് ചെയ്യുന്നത്, പണ്ടത്തെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് ഉപ്പില്ല, അല്ലെങ്കിൽ അതിന് എരിവില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇത് ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒരു ടേസ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറയും.
അപ്പോ കൃഷ്ണാവബോധമുള്ള ഒരു മാതാജി ഉണ്ടാക്കുന്നത് എന്താണ്? അപ്പോ കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രസാദമാണ്, ഭഗവാൻ കഴിച്ചു, അല്ലെ? നമ്മൾ ആരും ടേസ്റ്റ് ചെയ്യാണ്ടത് ഭഗവാൻ കഴിച്ചതാണ്. അപ്പൊ ഒരു ഭർത്താവ് പറയാണ്, ഇതിന് ഉപ്പില്ലല്ലോ തന്നെ, ഈ ഉപ്പില്ലാത്താണ് ഭഗവാൻ കഴിച്ചത്, നിങ്ങൾ അത് തന്നെ കഴിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? കാരണം എന്താണ്? ഭഗവാൻ അത് വളരെ ഭക്തിയോടുകൂടി മാതാജി അത് ഓഫർ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അപ്പോ ആ ഭാവം സ്വീകരിച്ചുകൊണ്ട് അത് പ്രസാദമാണ്. പ്രസാദത്തിന് ഒരിക്കലും തള്ളി തള്ളി പറയാൻ പാടില്ല. അത് എത്ര ടേസ്റ്റ് കുറഞ്ഞാണെങ്കിൽ അത് രാധാറാണി അത്രയും ടേസ്റ്റ് ആക്കിയിട്ടാണ് ഭഗവാന് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ആസക്തി നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അത് ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ളത്, ഭഗവാന്റേതാണ് എല്ലാം, അത് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ച് ചെയ്യുക. ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത ജ്ഞാനം കർമ്മ സംഗിനാം ജോഷയേത് കർമ്മ സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്തതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന സമയത്ത് ഈ എന്താണ് പറയുന്നത്, നമ്മള് പലപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് പറയാം കേട്ടോ, നിങ്ങളാരെയല്ല, അപ്പൊ നമ്മളൊക്കെ ഈ കൃഷ്ണാവബോധം ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ഇതൊരു എന്താണ്, ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ അത് ഭഗവാൻ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഭഗവാന്റെ കർമ്മങ്ങൾ സേവനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരും, അല്ലെ? മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം വരും, അവരിത് ചെയ്യാത്തവരെ കാണുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു ഭാവം നമുക്ക് തുടക്കക്കാർക്ക്, എന്നെ പോലുള്ള തുടക്കക്കാർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് ഇവിടെ ഭഗവാൻ പറയാണ്, അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെ? അവര് വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഇന്ന് ഇത് നമ്മളൊരു പുച്ഛഭാവത്തോടുകൂടി അല്ല ഇത് നമ്മൾ അവരെ സമീപിക്കേണ്ടതെന്ന് പറയുകയാണ്. അവരെ അതിൽ നിന്ന് വിലക്കരുത്, അവരത് ചെയ്തോട്ടെ. പക്ഷേ ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പല രീതിയുണ്ട്, അല്ലെ? നമ്മുടെ ഇസ്കോൺ, പലപ്പോഴും ഇസ്കോണിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ, അതായത് ഡീപ്പായിട്ട് അറിയാത്ത ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, പലപ്പോഴും പറയാറുണ്ട്, ഓ നിങ്ങളുടെ ഇസ്കോണ് എനിക്ക് വേറൊന്നും അറിയില്ല, പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസാദം, വാ വണ്ടർഫുൾ പ്രസാദമാണ് എന്ന് പറയാറുണ്ട്. ബാംഗ്ലൂര് അവിടെ ഇവിടെ മായപ്പൂരൊക്കെ പോയി കഴിക്കും, എന്ത് രസമാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയാറുണ്ട് പലപ്പോഴും. അതേപോലെ ചിലർ പറയാറുണ്ട് കീർത്തനം, എന്താ രസം, അവിടെ നിന്ന് നമ്മൾ വേറെ ലോകത്തോടെ. അതുപോലെ അലങ്കാരം, ഭഗവാന്റെ അലങ്കാരങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ബാംഗ്ലൂരൊക്കെ ചെന്ന് കാണുന്നവർ, അല്ലെങ്കിൽ മായപ്പൂരൊക്കെ പഞ്ചതത്വയും, ഞാൻ ആദ്യമായിട്ട് പഞ്ചതത്വയെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ ഈ റോമാൻറ്റിഫിക്കേഷൻ ഒക്കെ പറയൂലേ ഇപ്പോഴത്തെ പിള്ളേര്, അതായത് നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് 5 മണി സമയത്തൊക്കെ നമ്മളെ പഞ്ചതത്വനെ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമാണല്ലോ, സ്വർണ്ണ വർണ്ണമാണ്, ഗൗരംഗയാണ്. അപ്പൊ അത്രയും മനോഹരമാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ടേസ്റ്റ് പല രീതിയിലായിരിക്കും. അപ്പൊ അവരെ ആ ടേസ്റ്റിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് അവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാന്നിരുന്നു കഴിഞ്ഞാൽ അവര് ആ വിധിക്കപ്പെട്ട കർമ്മവും ചെയ്യില്ല, അത് എതിരായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ്, കൃഷ്ണാവബോധം സ്വീകരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ അപ്പോ മാത്രം അവർക്ക് അത് നേരിട്ട് ഭഗവാന്റെ നിന്ന് അവർക്ക് കിട്ടും, ഗുരു പരമ്പരയിൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. ശ്ലോകം 27. പ്രകൃതേഹ ക്രിയമാണാനി ഗുണേ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്, അല്ലെ? ഇപ്പോ നമ്മുടെ ഇപ്പൊ ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോ നമ്മുടെ മിഥ്യാഹങ്കാരം, എന്താണ് മിഥ്യാഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നമുക്കുള്ളൊരു തോന്നലാണ്, അല്ലെ? ശരിക്കും ഈ പ്രകൃതിയിൽ എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എല്ലാം പെർമനന്റ് ആണ്. നമ്മളൊരു വീട് കെട്ടിയിട്ട് നമ്മുടെ എന്താ പറയുന്നത് 500 കൊല്ലം താമസിക്കാൻ പോണവരാണ് നമ്മൾ ആ വീട് കെട്ടുക, അല്ലെ? ഒരു ലോൺ എടുക്കുന്നത് പലപ്പോഴും തമാശയായിട്ട് എന്റെ ശിക്ഷാഗുരുവൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 40-50 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് 20 അപ്പോ ഈ ലോൺ എടുക്കുന്ന സമയം ചിലപ്പോൾ നമ്മുടെ ഒരു ഗൃഹസ്ഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ലോൺ എടുക്കുന്ന സമയം ഒരു 30 മുതൽ 45 വയസ്സിലൊക്കെ ടൈം ആയിരിക്കും. പിന്നീട് ഒരു 20 വർഷം ഇത് ലോൺ അടച്ചാൽ മാത്രമേ ഇത് നമുക്ക് എന്താണ് സാധിക്കുക, ഇത് അടച്ചു തീർക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഈ സമയം കൊണ്ട് ഇയാൾ ജീവിച്ചിരിക്കുമെന്നോ ഇയാളുടെ അവസ്ഥ എന്തായി തീരുമെന്നോ യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ ഈ ലോണൊക്കെ എടുക്കുന്നത്, അല്ലെ? അപ്പോ നമ്മള് ഇതെല്ലാം പെർമനന്റ് ആണെന്നുള്ള വിചാരണത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ മിഥ്യാഹങ്കാരം
പ്രഭാതത്തിൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നു. നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അല്ലെ? ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾക്ക് ചിന്തയിലില്ല. അപ്പൊ മോഹിതനായിട്ടുള്ള ജീവാത്മാവ് പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അല്ലെ? ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അല്ലെ? അപ്പോ തമോ ഗുണം ഏറ്റവും താഴ്ന്ന ഗുണമാണ്, രജോ ഗുണം അതിന് മേളിൽ നിൽക്കുന്ന ഗുണമാണ്, ഏറ്റവും മേളിലുള്ളതാണ് സത്വഗുണം. അപ്പോ ഒരു നമ്മുടെ ശാരീരികവും മാനസികമായ ഏത് പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനം എന്ന നിലയിൽ ചെയ്യേണ്ടതാണെന്ന് അറിയാത്തവരാണ് മറ്റുള്ളവര്. അതായത് കൃഷ്ണാവബോധം ഇല്ലാത്ത ആൾക്കാര് ആ രീതിയിലാണ് ജീവിക്കുന്നത്. തന്റെ ശരീരവും മാനസികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടുണ്ട്? ഭഗവാന് വേണ്ടിയിട്ട് മാത്രമാണ്. ശരിക്കും നമ്മൾ മറ്റുള്ള എന്ത് ചെയ്താലും അതിന് ഫലമില്ല എന്ന് പറയുന്നത് അല്ലെ? സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക. ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് അഹങ്കാരമൊക്കെ ഒഴിഞ്ഞ് അതിന്റെ കർമ്മഫലങ്ങളൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ശ്രേഷ്ഠമായത് എന്താണോ അത് ഭഗവാൻ തരുന്നുള്ളൂ. അപ്പോ ഭഗവാനും നമ്മള് ഈ ഭൂമിയിൽ പിറക്കുന്ന സമയത്ത്, അമ്മയുടെ വയറിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഈ 3 ത്രിഗുണങ്ങൾക്ക് അടിമപ്പെടും അല്ലെ? അടിമപ്പെട്ടിട്ട് എന്താണ്, കൃഷ്ണനും ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം മറന്നു പോകും. പിന്നെ അവിടെ ഒരുപാട് ദേവീ ദേവന്മാർ വരും, ഒരുപാട് ബന്ധങ്ങൾ വരും. നമുക്ക് ജനിക്കുന്ന സമയത്തുള്ള അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ജീവാത്മാവ് മരണപ്പെട്ടിട്ട് കറങ്ങിയെടുക്കുന്ന സമയത്ത് ഏക ആശ്രയം നമുക്ക് ഭഗവാനാണ് അല്ലെ? അതിനുശേഷം ഒരുപാട് പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയൊക്കെ ഫലമായിട്ട് പൂർവ്വജന്മ സുഹൃതങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ പശുവായിട്ട് ജനിക്കും, അതിനുശേഷം ഒരു മനുഷ്യനായിട്ട് ഒരു സനാതന സംസ്കാരം ഉണ്ടാവുന്ന ഒരു രീതിയിൽ പിന്തുടരുന്ന അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഫാമിലിയിലേക്ക് ജനിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഈ അഹങ്കാരത്തിൽ നമ്മളും ഭഗവാനായിട്ടുള്ള ബന്ധം അവിടെ മറന്നു പോവാണ് നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ തന്നെ അല്ലെ? നമ്മള് കുറെ നാളുകളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് പറ്റാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങും. അതേപോലെ ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങും. അപ്പോൾ അതെല്ലാം ഈ വ്യാമോഹത്തിൽ നിന്നുണ്ടാവുന്നത്. താനാണ് നമ്മുടെ ശരീരത്തിന്റെ അധിപൻ എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വരും. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 28 തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സഞ്ജതേ. പരമസത്യം ഗ്രഹിച്ച ഒരാള് ഭക്തി ഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോട് ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഇത് നമ്മളെല്ലാവരും ശീലിക്കുന്ന എന്താണ് പറയുന്നത്, ഇത് പരിശീലനം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്താൽ മാത്രം ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ് ഭഗവാനോട് പറയുന്നത് അല്ലെ? പരമസത്യം ഗ്രഹിച്ചു നമ്മൾ ഭഗവാനാണ് സുപ്പീരിയർ എന്ന് ചോദിച്ചു, നമ്മൾ ഭഗവാന്റെ അംശമാണ് നമുക്ക് മനസ്സിലായി, ആ സത്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഭക്തിഭരിതമായ പ്രവൃത്തി എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ? നമ്മൾ ഇപ്പൊ നേരത്തെ മാതാജി പറഞ്ഞു, രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുക, നാമം ജപിക്കുക, ഭഗവാൻ ആരതി ചെയ്യുക, ഭഗവാന് ഭോഗം കൊടുക്കുക, ഭഗവാനെ അല്ലെ? നമ്മൾ ആരതി ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ ഭഗവാനെ ആരതി ചെയ്യുന്നത്. എന്താണ്, ആദ്യം തന്നെ ഭഗവാനെ എണീപ്പിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ലൈറ്റ് ഇടാറില്ല. ചെയ്യുന്നവർക്ക് മനസ്സിലാവും ലൈറ്റ്, കാരണം നമുക്ക് പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് നമ്മുടെ കണ്ണ് തുറക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഭഗവാനെ നമ്മുടെ വീട്ടിലെ അംഗമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? പതുക്കെ ലൈറ്റ് തെളിയിക്കുക, ആദ്യം ദീപം തെളിയിക്കുക, ഭഗവാനെ ഉണർത്തുക, കൈകൊട്ടി ഉണർത്തുക, ദീപം തെളിയിക്കുക, ഭഗവാന്റെ നാമങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ധൂപാരതി ചെയ്യുന്നു, ദീപം കൊണ്ട് ആരതി ചെയ്യുന്നു. അതിനുശേഷം ജലം കൊണ്ടിട്ട് ഭഗവാന്റെ പാദങ്ങളും ഒക്കെ കഴുകുന്നു. അതിനുശേഷം ടവൽ കൊണ്ടിട്ട് തുടയ്ക്കുന്നു. ഇതെല്ലാം ഒരു വ്യക്തമായിട്ടുള്ള നിഷ്ഠകളുണ്ട് അല്ലെ? തുടയ്ക്കുന്നു. അതിനുശേഷം ഭഗവാനെ എന്താണ്, തുളസിയും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ തുളസി അർപ്പിക്കുന്നു, പുഷ്പങ്ങൾ അർപ്പിക്കുന്നു അല്ലെ? അതിനുശേഷം ആ പുഷ്പങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യുന്നു. അപ്പൊ ഈ ഭക്തിഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് നമ്മൾ ജീവിക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലും അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിൽ വ്യാപരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ്, നമുക്ക് ഇതിനകത്ത് ഈ ഭാവാർത്ഥത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനമാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ഭൗതിക പ്രതിപ്രവർത്തനങ്ങൾ ഒരിക്കലും അയാളെ അലട്ടാറില്ല.
അവയെ ഈശ്വരാനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. അല്ലെ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അല്ലെ, അർജുനൻ ഉണ്ടായ ആ ഒരു പരീക്ഷ നമുക്കില്ല, അല്ലെങ്കിൽ പ്രഹ്ലാദൻ ഉണ്ടായതുപോലെ ഒരു പരീക്ഷ നമ്മുടെ ലൈഫിലൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഹിരണ്യകശിപു ഇവർക്കൊക്കെ ഉണ്ടായ പോലെ ഒരു പരീക്ഷണമൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ മറിച്ച് നമുക്ക് നമ്മുടെ ഈ തുച്ഛമായുള്ള ജീവിതത്തിൽ, നീർക്കുമുള പോലത്തുള്ള ഈ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുകൂടുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, ഒരാളെ കൊന്നത് എന്താണ്, തീപ്പെട്ടി ചോദിച്ചതിന്റെ പ്രശ്നത്തിലായിരുന്നു. അല്ലെ, തീപ്പെട്ടി വിഷുവിന് പടക്കം പൊട്ടിക്കുക, എന്തോ ഒരു കേസിൽ. അപ്പൊ നിസ്സാര പ്രശ്നങ്ങൾക്ക് നമ്മൾ ടെൻഷൻ ആവുന്നു. അല്ലെ, അപ്പൊ അതൊക്കെ ഈ ഭക്തി ഭാവം കൊണ്ട് നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുന്ന സമയത്ത്, ഭഗവാന്റെ എന്താണ് ഈ ഭക്തിയുടെ സേവനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മുടെ മനസ്സ് മറ്റ് ഇന്ദ്രിയങ്ങളിലേക്കോ മറ്റ് പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോവില്ല. നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രകൃതേ ഗുണസമ്മൂഢ സഞ്ജന്തേ ഗുണകർമ്മസു താനാ കൃഷ്ണവിദോ ബന്ധാൻ കൃഷ്ണവിന്ന വിചാലയേത്. വിവർത്തനം: പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. തന്മൂലം അവയിൽ ആസക്തരാകുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത്. അതായത് പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങൾ, നേരത്തെ പറഞ്ഞ 3 ഗുണങ്ങൾ കൊണ്ടിട്ട് അത് മോഹിതരായിട്ട് അജ്ഞാനികൾ എന്ത് ചെയ്യും? ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കും. അല്ലെ, അപ്പോ ദേഹമാണ് ആത്മാവെന്ന മിഥ്യാബോധം വെച്ച് പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളെന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പക്ഷെ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, എത്രയോ പ്രായമായാലും നടക്കാൻ പോലും സാധിക്കുന്നില്ല. അല്ലെ, പലപ്പോഴും നടക്കാൻ പോലും സാധിക്കാത്ത ആളുകൾ പോലും ഇപ്പോഴും അവർക്ക് എന്താണ്? അധികാരം വേണം, അധികാരം വേണം. ആ ഒരു ഞാനാണ് എല്ലാത്തിനും മേളിൽ നിന്നുള്ളൊരു ഭാവത്തോടുകൂടി നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അല്ലെ, പലപ്പോഴും നമ്മൾ ഈ വാട്സപ്പിലും ഒക്കെ നമ്മൾ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടും, നമ്മുടെ സ്വന്തം രൂപം ഇട്ടിട്ട് ഒരുപാട് ലൈക്ക് കിട്ടുന്ന രീതിയിൽ. അല്ലെ, ഇങ്ങനെയൊക്കെ പല രീതിയുണ്ട്. ഇത് അതിന്റെ ട്രെൻഡാണ് നടക്കുന്നത്. അല്ലെ, യൂട്യൂബിൽ എന്താണ് റീൽസ് ഉണ്ടാക്കുക, സ്വന്തം റീൽസ് ഉണ്ടാക്കുക, അതിലും സന്തോഷിക്കുക. അപ്പോ അതില് ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ ടെൻഷൻ ആവുക, അവൻ അങ്ങനെ പറഞ്ഞു, അപ്പൊ അവനോട് ശത്രുത വരിക, ഇങ്ങനെയുള്ള ശത്രുതകൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ആ സ്ത്രീഗുണങ്ങളിൽ മോഹിതരായിട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഭഗവാനോട് പറയുന്നത്. അപ്പോ പറയുന്നുണ്ട്, ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം എന്ന് പറയുന്നു. അല്ലെ, മനുഷ്യ ശരീരം. അപ്പൊ ശാരീരിക ബോധത്തോട് അത്യന്തം ആകർഷനായ ഒരാള് മന്ദൻ അഥവാ ആത്മാവിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു അലസൻ എന്ന് പറയപ്പെടുന്നു. അപ്പോ അജ്ഞന്മാരാണ് ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത്. മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു. അല്ലെ, അപ്പോ ഇതൊക്കെ ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളും മോഹിതരായവരെ കുറിച്ചിട്ട് പ്രവാചകൻ എന്ന വിശദീകരണമാണ് നമുക്ക്. മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ തിലകം തൊടുന്നതും അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട്, ഇത് എന്ത് മണ്ടത്തിൽ എന്തായി കാണിക്കുന്നത് ഇവര്, അല്ലെ. പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്പലത്തിൽ നിന്ന് നമ്മളൊന്ന് ഉച്ചത്തിൽ പാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നിശബ്ദത പാലിക്കുന്നത്, ഭഗവാന്റെ നാമാണ് പാടുന്നത് പോലും മനസ്സിലാക്കാണ്ട് അവര് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അല്ലെ, പല അമ്പലങ്ങളിലും കൊടുങ്ങല്ലൂർ വെച്ച് നമ്മള് നല്ല കീർത്തനം നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ദേവി അവിടെ എന്താണ് ദാരികനെയൊക്കെ ആരെയൊക്കെ വധിച്ചു വന്നിരിക്കുന്ന സമയമാണ്. ഞാൻ ഇത് കളിയാക്കി പറയുന്നില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ വന്നിരിക്കുന്ന സമയമാണ്, അപ്പൊ നിങ്ങൾ ഉണർത്താൻ പാടില്ല, അത് ഭയങ്കര പാപമാണ്, ദേവിക്ക് ദേഷ്യം വരും. പാടുന്നതാരാണ്? ഭഗവാന്റെ ഭക്തരാണ്. ആരെ കുറിച്ചാണ് പാടുന്നത്? ഭഗവാനെ കുറിച്ചാണ്. ദേവി ആരാണ്? ഭഗവാന്റെ ഭക്തയാണ്. അല്ലെ, ഭഗവാന്റെ സഹോദരിയാണ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോ ഭഗവാന്റെ നാമം പാടുന്നവരെ, ഭഗവാന്റെ നാമം ജപിക്കുന്നവരെയൊക്കെ ഈ ദുർഗത്തിൽ നിന്ന് പുറത്തു വിടുകയാണ് ആ ദേവിയുടെ ഡ്യൂട്ടി. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളൂ. ശ്ലോകം 30. മയേ സർവാണി കർമാണി സന്യസാധ്യാത്മചേതസാ നിരാശീർനിർമദോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. അല്ലെ, ഇത് നമ്മുടെ അടുത്തും പറയുന്നതാണ് കേട്ടോ. യുദ്ധം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം വ്യക്തമാക്കുകയാണ്. ശരിക്കും ഭഗവത്ഗീത എന്താണ് ഭഗവാന്റെ ഉദ്ദേശം? ഇത് തരുന്നതിലൂടെ അർജുന്റെ പരമ്പരയിൽ നിന്ന് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും തരുന്ന ഉദ്ദേശം എന്താണ്?
ആ ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ ഒരു നിബന്ധന അനുസരിക്കാൻ നമുക്ക് വളരെ പ്രയാസമുണ്ട് ശരിക്കും, അല്ലെ? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു പണി പോലെ ചെയ്യുന്നത്, അല്ലെ? എന്താണ് പറയേണ്ട, ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സ് കർമ്മം ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ ഒരു നിമിഷമൊക്കെ നമ്മുടെ കൈക്കും കാലിലും ഇതിനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ചിന്തയ്ക്കും മനസ്സിനൊന്നും ഒരു നിമിഷം പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് അർജുൻ പറയുന്നത്, ഭഗവാൻ എനിക്കിത് സാധ്യമല്ല, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഒരു മലയെടുത്ത് പൊക്കി വേണമെങ്കിൽ മറിച്ചിടാം, പക്ഷെ എന്താണ്, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരു നിമിഷം പോലും എനിക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല, എന്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളൊരു ഉപായം ഭഗവാനോട് പറയാണ്, എന്നെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, ഭഗവത്ഗീത പഠിക്കണം, നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കണം, ഭഗവാനെ കുറിച്ച് പഠിക്കണം, അല്ലെ? ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പഠിക്കണം, ഭഗവാന്റെ ഭക്തർക്ക് സേവ ചെയ്ത് പഠിക്കണം. അപ്പോ ആ രീതിയിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശ ബോധം പോവുള്ളൂ, അലസത പോവുള്ളൂ. ഇതെല്ലാം ചെയ്യുന്നതാണ് എനി ടൈം നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോ ജീവാത്മാവിന്റെ മൂല സ്വരൂപമാണ് ആശ്രിതത്വം, അല്ലെ? നമ്മളെ എന്തുകൊണ്ടാണ് എനിക്കൊക്കെ പേര് വരുമ്പോ ശരണ്യ, ശ്യാമസുന്ദർ ദാസ്, ആ ദാസിനാണ് പ്രാധാന്യം, അല്ലെ? ശരണ്യ എന്ന് വെച്ചാൽ ഭഗവാന് ശരണം ചെയ്ത ആള്. നമ്മൾ അതിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണല്ലോ തന്നെ, നമ്മൾ അതല്ല. അപ്പോ നടുക്കുള്ള ശ്യാമസുന്ദരന്റെ ദാസനാണ് നമ്മൾ എന്നുള്ളത്. ആ ആശ്രിതത്വ ഭാവം ഉണ്ടാവാനാണ്. പണ്ട് നമ്മുടെ കാർന്നവന്മാർക്കൊക്കെ ഈ ഒരു ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും അവർ ദാസ് യൂസ് ചെയ്യും, അല്ലെ? കൃഷ്ണദാസൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേരിടുമായിരുന്നു പണ്ടേ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം വളരെ എന്താണ് പറയുന്നത്, അത്തരത്തിലുള്ള പേരുകൾ വളരെ ചുരുക്കമാണ്. പക്ഷെ ഡിവോട്ടികളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഭഗവാന്റെ പേരിട്ടിട്ട് നമ്മൾ മാതൃക കാണിക്കാറുണ്ട്. അപ്പൊ ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് വഴങ്ങുക. കാരണം നമ്മൾ വഴങ്ങാതെ, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടമില്ലാത്ത മനസ്സോട് കൂടിയായിട്ട് വഴങ്ങി കൊടുക്കാറുണ്ട് പലപ്പോഴും. അതേപോലെ തന്നെ ഭഗവാൻ, നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ, പക്ഷെ ആ നെല്ലിക്ക ആദ്യം എന്താണ് ഇത് ചെയ്താലും നമുക്ക് അവസാനം വെള്ളം കുടിക്കുമ്പോൾ അത് മധുരിക്കും എന്ന് പറയില്ല. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ ആദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട്. പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, പല കാര്യങ്ങളും നമുക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 16 റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പർവ്വതം പോലെ നമുക്ക് തോന്നും, ഒരു ഹിമാലയം പോലെ തോന്നും, ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി, ഭഗവാനോടുള്ള സ്നേഹത്തോടുകൂടി, ഭഗവാനോടുള്ള പ്രേമത്തോടുകൂടി നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു വസ്തുവിനോടും അവകാശവാദം നമുക്ക് ഉണ്ടാവില്ല. എന്താ പറയുന്നത്, ബന്ധുക്കള് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ശരീരബന്ധം, ഇതൊക്കെ നമുക്ക് എന്താണ്, ഈ ജന്മത്തിൽ ഉണ്ടാവുന്നത് മാത്രമാണ് നമ്മൾ തിരിച്ചറിയും, അല്ലെ? നമ്മൾ ഒരാൾ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മൾ എന്താണ് പല രീതിയിലുള്ള ഇതും ചെയ്യാറുണ്ട്, ആചാരങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം എന്താണ്, ഈ ഒരു ആത്മാവ് മരിച്ചാൽ എങ്ങോട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഒരുപാട് ദുരാചാരങ്ങൾ നടക്കുന്ന നാടാണ് നമ്മുടെ, ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതെല്ലാം ഭഗവാൻ പറയുന്നത് കേട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്പേസ് ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്ലോകം 31. യമേ മതമിതം നിത്യ മനുതിഷ്ഠന്തി മാനവാം ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേ അഭി കർമ്മഭീം. എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അടുത്ത കാര്യം പറയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ, അല്ലെ? അസൂയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് പലപ്പോഴും അസൂയ ഉള്ളവർക്ക് ഒരിക്കലും കൃഷ്ണാബോധം കിട്ടില്ല എന്ന് പറയും. അപ്പോ കാരണം എന്താ, ഭഗവാനോട് നമുക്ക് ഒരിക്കലും അസൂയ പാടില്ല, അല്ലെ? ഭഗവാൻ സുപ്പീരിയർ ആണ്. അപ്പൊ പലപ്പോഴും ഇവിടെ നമ്മുടെ ഒരുപാട് ആളുകൾ ഭഗവാനാവാൻ ശ്രമിക്കാറുണ്ട്, അല്ലെ? ഭഗവാന്റെ വേഷം ധരിക്കുക, ഭാവി പ്രവചിക്കുക, കയ്യിൽ നിന്ന് ആപ്പിളൊക്കെ സൃഷ്ടിക്കുക, ഇങ്ങനെ എന്താണ് താൻ ദൈവമാണ്, താൻ എന്താണ് അതൊരു അസൂയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാൻ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യുന്ന ഞാനും ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? തത്വമസി എന്നൊക്കെ പറയുന്നത്. തത്വമസി എന്നൊക്കെ പറയുമ്പോൾ പലരും അത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്, ഞാനും ദൈവം നീയും ദൈവം എന്നൊക്കെ പറയും, അല്ലെ? ശരിക്കും അങ്ങനെയല്ല. അയ്യപ്പന്റെ ഉള്ളിലിരിക്കുന്ന, അല്ലെ, അയ്യപ്പൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ശ്രീധർമ്മശാസ്താവിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും പരമാത്മാവും ഇനി കാണാൻ വരുന്ന അയ്യപ്പനായിട്ട്, അല്ലെങ്കിൽ ആ ധർമ്മശാസ്താവിനെ കാണാൻ വരുന്ന ആ ഭക്തന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെയാണ്.
അപ്പൊ അത് ആ അർത്ഥമൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും നമ്മുടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ വിശ്വാസപൂർവം ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് രക്ഷ നേടുന്നു പറയുന്നുണ്ട്. 32ാമത്തെ ശ്ലോകം. യേ ത്വേതാഭഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിബൂഢാസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും നമുക്ക് ഇതേപോലുള്ള ആളുകളെ കണ്ടുപിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലാവാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളാവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ നമ്മുടെ കൂട്ടുകാരിലാവാം. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്ത് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ഈ ഉപദേശങ്ങളെയൊക്കെ അവർ അവഗണിക്കും. ഇത് ഇങ്ങനെയല്ല, ഇത് എന്താണ്. പലപ്പോഴും ഇസ്കോണിനെ കുറിച്ച് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാളെ എൻ്റെ അടുത്ത് പറയാണ്, തിലകൊക്കെ തൊട്ടിങ്ങനെ കണ്ടിമലയെ കണ്ടപ്പോ ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, അമ്മേ ഇതറിയില്ലേ, ഇത് ഹരേകൃഷ്ണ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്, ഇസ്കോൺ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇസ്കോൺ അത് എന്താണെന്ന് ചോദിച്ചു. അമ്മ ഇത്തിരി പ്രായമുള്ള അമ്മയാണ്. അവന് അമ്മമ്മേ അതായത് ഇത് പെന്തക്കോസ്ത് പോലെയുള്ള ഒരു വിഭാഗമാണ്. അപ്പോ എന്താണ്, അവർക്ക് അറിവില്ല. അപ്പോ ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൻ പറഞ്ഞ അതെങ്ങനെയാണ് അങ്ങനെയാണ്, അവൻ അതിന്റെ പരിധി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതേപോലെ ആളുകളെ ഭഗവാന്റെ ഉപദേശങ്ങളെ അവഗണിക്കുന്ന ചെയ്യുന്നവർ ആരും മൂഢന്മാരാണ്. അവർക്ക് ഒരുപാട് ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടിട്ടാണ് ഒരു മനുഷ്യ ശരീരം ലഭിച്ചത്, ഒരു സനാതന സംസ്കാരം പുലർത്തുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതെന്ന് അറിയാതെ എന്നിട്ട് പോലും അവര് സ്വന്തം മൂലസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മൂഢരായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യുന്നത് പറയുന്നത്. അപ്പോ ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയാതെ, അല്ലെ, ബ്രഹ്മത്തെ പോലും അവര് മനസ്സിലാക്കുന്നില്ല, പരമാത്മാവിനെ മനസ്സിലാക്കുന്നില്ല, ഭഗവാനെ പോലും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ പരിപൂർണതയെ പറ്റി അവർക്ക് അറിയാൻ ഒരിക്കലും വഴിയുണ്ടാവില്ല. വീണ്ടും ഒരു വൈഷ്ണവന്റെ സംഘം കൊണ്ടിട്ട് വീണ്ടും അവർക്ക് അതിനുള്ള ഇതുണ്ടാക്കി കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ശ്ലോകം 33. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം തരിഷ്യതി. അതായത് തന്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പോ ഭാരതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണാവബോധത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല. അല്ലെ, നമ്മൾ ഇത് ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ടാണ് ഈശ്വര, ജീവ, പ്രകൃതി, കാലം, കർമ്മം. അല്ലെ, ഈ 4 കാര്യങ്ങളുണ്ട്. ഈശ്വര, ജീവ, പ്രകൃതി, കാലം. ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അല്ലെ, അത് അതിൻ്റെതായ സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെ, ഈശ്വരനെ കുറിച്ച് നമുക്ക് പൂർണ്ണ അറിവ് നമുക്ക് നേടാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും. ജീവാത്മാവ് നമ്മളാണെന്നുള്ള ഇത് മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകി തന്നെയാണ്. അല്ലെ, പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങൾ ഇതൊന്നും നമുക്ക് തടയാൻ സാധിക്കില്ല. കാലം, അതായത് സമയം നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ട് കാര്യമില്ല, സമയം അതിന്റെ പാട്ടിൽ പോവുക തന്നെ ചെയ്യും. പക്ഷെ കർമ്മം മാത്രമാണ് നമുക്ക് എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആർക്കും അതിൽ നിന്ന് മാറാൻ സാധിക്കില്ല. ഒരു ഡിവോട്ടി ആണെങ്കിൽ കൂടി അവർക്ക് പോലും ആ പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല. വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്. എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായ അടിമകളാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതിൽ നിന്ന് മോചനം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവസാനം പറയുന്നുണ്ട്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ കൃഷ്ണന്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും. കൃഷ്ണന്റെ മായാവലയം, അല്ലെ, ഭഗവാൻ തന്നെ കുരുക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുണ്ടോ മായാദേവിയൊക്കെ ആയിട്ട്. അപ്പൊ അതിൽ നിന്ന് മോചനം ഭഗവാൻ തന്നെ തരും. അതിന് നമ്മൾ കൃത്യ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം. 34. ഇന്ദ്രിയ സ്വേന്ദ്രിയ സ്വാർത്ഥേ രാഗദ്വേഷേ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേത് സൗഹസ്യ
പരിപന്ഥിനോ. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങ് തടികളാണവ. അപ്പോൾ കൃഷ്ണാവബോധം നമ്മൾ പരിശീലിച്ചു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പറയാണ്, കൃഷ്ണാബോധത്തിലുള്ളവർക്ക് ഭൗതിക ഭോഗങ്ങളിൽ സ്വതവേ ആസക്തി കുറയും. അല്ലെ? ഭൗതിക കാര്യങ്ങളോടുള്ള ചില നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, ഒരു മറ്റ് സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കൺട്രോളിൽ നമ്മളെപ്പം പോകാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഭൗതിക ഭോഗങ്ങളിൽ സ്വതവേ നമ്മൾക്ക് ആസക്തി കുറയും. അതിന്റെ മെയിൻ കാരണം എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ഹരേ കൃഷ്ണ മന്ത്രം 99% നമ്മുടെ ഭക്തിയെ ഉദ്ദീപിക്കുന്നതാണ്. അപ്പോൾ ആ 99% കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നാമം ജപിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ അശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിലും നമ്മൾ നാമം ജപിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് കൊണ്ടിട്ട് നമുക്ക് എന്താണ്, ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഒരു അകലം നമുക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുമെന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പോ പക്ഷേ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല. അല്ലെ? അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ബന്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം. അത് വിവാഹ ബന്ധത്തിൽ അനുവദനീയമാണ്. ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാര്യ ഒഴികെ മറ്റു സ്ത്രീയുമായി ലൈംഗിക ബന്ധനത്തില് ഏർപ്പെടാൻ പാടില്ല. അല്ലെ? അപ്പോ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന അല്ലെ, ഭഗവാൻ ആ ബ്രഹ്മചര്യം, എന്താ പറയുന്നത്, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ഈ കാര്യങ്ങൾ പ്രേമിക്കുക, വിവാഹം കഴിക്കുക, സന്താനോൽപാദനം ചെയ്യുക, അവരുടെ അധിപനായിട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, ആ ബ്രഹ്മചര്യം കൃത്യമായിട്ട് പാലിക്കുകയും ഗൃഹസ്ഥാശ്രമം അതിൽ പറയുന്ന ധർമ്മങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൃഷ്ണാബോധത്തിൽ നിന്ന് നമുക്ക് എന്താണ് പറയുന്നത്, നമുക്ക് ഈ ആസക്തിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അത് പറയുന്നുണ്ട്, ഏതവസ്ഥയിലും കൃഷ്ണാവബോധത്തിൽ നിന്ന് അകലാൻ ആരും തുനിയരുത്. നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഇതിലേക്ക് കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാവബോധത്തിന്റെ ഒരു ഡ്രോപ്പ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അകലാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണം പരധർമാത് സ്വാനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹം. വിവർത്തനം: തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുകയല്ല, സ്വകർത്തവ്യങ്ങൾ പൂർണ്ണമായ കൃഷ്ണാബോധത്തിൽ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് ഭഗവാൻ പറയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പലപ്പോഴും തെറ്റുണ്ടാവാം. പലപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് തെറ്റ് വരാം, അതിനകത്ത് കുറവുകൾ വരാം. പക്ഷെ നമ്മൾ ഓൾറെഡി കുറവുള്ള ആളുകളാണ്, അല്ലെ? അല്പബുദ്ധികളാണ്, ഓർമ്മ കുറയും, അതേപോലെ രോഗാവസ്ഥയുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠമായിരിക്കണമെന്നില്ല, പക്ഷെ ചെയ്യുന്നത് കൃഷ്ണാബോധത്തോടുകൂടി ഭഗവാന്റെ ആ ഭാവഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിനായി ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നവയാണ് ആധ്യാത്മിക കർത്തവ്യങ്ങൾ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് പറയാണ്, ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആദ്യമേ ഭഗവാൻ പറയാണ്, അല്ലെ? ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങള് ആ ഗുരുവിന്റെ തൃപ്തിക്കും കൂടി, അല്ലെ, ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ അത് ഭഗവാൻ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, എങ്കിലും ഒടുവിൽ ബ്രാഹ്മണനെ പോലെ പ്രവർത്തിച്ചു, അല്ലെ? പരശുരാമനാകട്ടെ ബ്രാഹ്മണനായിരുന്നിട്ട് പിന്നീട് ക്ഷത്രിയ വൃത്തിയിലാണ് ഏർപ്പെട്ടത്. അതീന്ദ്രിയ നിലയിലായിരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഭൗതിക തലത്തിലായിരിക്കെ പ്രകൃതി ഗുണാനുസൃതമായി തന്നെ ഏതൊരാളും പ്രവർത്തിക്കണം. അതേസമയം കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? 36-ാമത്തെ ശ്ലോകം. അർജുനോവാച, ഇനി ഭഗവാൻ അർജുനൻ പറയാണ്, അർജുനോവാച അധ കേന പ്രയുക്തോ അയം പാപം ചരതി പുരുഷഃ അനിച്ഛന്ന ബലാദിവ നിയോജിതഃ. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയാം,
ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ബലാത്കാരേന എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? അർജുൻ ഇവിടെ ചോദിക്കുകയാണ്, ഇതെല്ലാം ഹരേ കൃഷ്ണ, അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറയട്ടെ. അർജുനൻ പറയാണ്, ഭഗവാനെ വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരം എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരണ? അല്ലെ, നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു അനുഭവമാണത്. അപ്പൊ ജീവാത്മാവ് കൃഷ്ണന്റെ ഒരു അംശം എന്ന നിലയിൽ മൗലികമായ ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ്. അല്ലെ, ഒരു മഴ പെയ്യുന്ന ഡ്രോപ്പ് പോലെ അത്രയും ശുദ്ധമാണ് ആ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. പക്ഷേ പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്തെ യാതൊരു മടിയുമില്ലാത്ത പല പാപങ്ങളും ചെയ്തു പോരുന്നു. അപ്പോ ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ അർജുനൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ഇത് ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാൻ ഉവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാമാപോ വിദ്വേനമിഹ വൈരിണം. ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കർമ്മമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. അപ്പോ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നമ്മൾ ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നത് എന്താണ്? രജോ ഗുണത്തിൽ ഉണ്ടാവുന്ന ആഗ്രഹം. ആ ആഗ്രഹം നമുക്ക് നടക്കാണ്ട് വരുമ്പോൾ ക്രോധമായിട്ട് തീരും. അല്ലെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഫാമിലി നടക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണം എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കണം, അതിനു വേണ്ടി മാത്രം ജീവിക്കണം. പക്ഷെ അത് നടക്കാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആ ക്രോധം നമ്മളെ നശിപ്പിക്കും. അപ്പോൾ അത് വളരെ വിശുദ്ധമായിട്ട് തന്നെ പ്രഭാതർ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത് വായിച്ചിരിക്കണം. കാരണം നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, നമ്മള് അമ്പലത്തിലേക്ക് പോയിട്ട് ശത്രു സംഹാരം, അയാളത്തെ വീട്ടിലെ ആളുടെ തല പൊട്ടിത്തെറിച്ച് ഓടിയെന്ന് പറഞ്ഞ് ശത്രു സംഹാരം ചെയ്യും. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളില് അയാൾ നമ്മുടെ ശത്രുവാണെന്ന് ചിന്തിക്കുന്ന ആ ചിന്തയാണ് നമ്മുടെ ശത്രു എന്ന് മനസ്സിലാക്കാണ്ട് നമ്മള് ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യാണ്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ കാമക്രോധങ്ങളെ അടക്കുക എന്നുള്ളതാണ് ഇതിന് ഏകമാർഗം. ധൂമേന മ്രിയതേ വക്നീർ യഥാദർശോ മലേന ച യഥോൽഭേന വൃതോ ഗർഭസ്തോ തേനേതമാവൃതം. പുക തീന് എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളുടെ കാമം ആവരണം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പ്രഭാതരന്റെ ഇത് പറഞ്ഞത്. അല്ലെ, പുക, ഒരു തീ അതിന്റെ ഉള്ളിലുണ്ടെങ്കിലും അത് മനസ്സിലാവില്ല, പുക മൂടിയിരിക്കുന്നതുകൊണ്ട്. അതായത് കണ്ണാടി പൊടി പിടിച്ചിരുന്നതിന്റെ പ്രതി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ഭ്രൂണം, ഭ്രൂണത്തെ ഗർഭാശയം എങ്ങനെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ വ്യത്യസ്ത അളവുകളിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ രജോ തമോ ഗുണങ്ങള് എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളിലെ നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുന്ന ആ കർമ്മങ്ങളുടെ ഫലങ്ങള് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പേറിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ മികവുറ്റ മാർഗദർശിയുടെ സഹായത്താൽ കൃഷ്ണാവബോധി പരിശീലനം നേടി കാമമാവുന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും. അല്ലെ, ഒരു ഗുരുവിനെ സ്വീകരിക്കുക, സത്സംഗത്തിലിരിക്കുക, ആ സത്സംഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, മറ്റെല്ലാത്തിന്റെ ഇമ്പോർട്ടന്റ് സത്സംഗമാണെന്ന് മനസ്സിലാക്കുക, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. ശ്ലോകം 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിതോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പുരേണാനലേന ച. ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തന്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ഭാവാർത്ഥി പറയുന്നുണ്ട്, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലെ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് കെടുത്താൻ പറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോട്, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല കാര്യങ്ങളും, ഇപ്പൊ ഭക്ഷണം തന്നെ, നമുക്ക് ചില ഭക്ഷണത്തോടും വളരെ അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാവും. അല്ലെ, എനിക്ക് ചെറുപ്പം പോലെ ആസക്തിയുള്ള ഒരു സാധനമാണ് ഈ ദാൾ അല്ലെങ്കിൽ പരിപ്പ് എന്ന് പറയുന്ന സാധനം. പരിപ്പ് റെഡി എനിക്ക് വേറൊന്നും വേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആസക്തി അതിനോടുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ ഡോക്ടർ, എന്റെ സ്കിന്നിന് പ്രോബ്ലം വന്നപ്പോ ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിപ്പാണ്, അത് നിർത്തിയേക്കാൻ പറഞ്ഞു. അല്ലെ, പക്ഷെ നിർത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കൂടി അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ
അതുകൊണ്ട് ആ സ്കിന്റെ പ്രോബ്ലം അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ സ്കിന്റെ പ്രോബ്ലം കുറയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്താണ്, ഒരിക്കലും നമുക്ക് തൃപ്തിപ്പെടുത്താൻ ആവാത്ത സാധനങ്ങളിൽ വീണ്ടും വീണ്ടും അതിനകത്തേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അപ്പൊ എന്താണ്, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക, അല്ലെ? നമ്മൾ ഇപ്പം എന്താണ്, ഇതിനകത്ത് പ്രഭാത വളരെ ലൈംഗിക ഭോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്താ, അതൊരു ആകർഷണമാണ്, പുരുഷ സ്ത്രീ ആകർഷണമാണ്. അപ്പോ ഒരു പുരുഷന് എപ്പോഴും ഒരു സ്ത്രീയോട് കാമം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അവന്റെ കണ്ണിൽ കൂടിയാണ്, അല്ലെ? അവൻ കാണുന്നതിൽ കൂടിയാണ്. കാരണം അങ്ങനെയാണ് ഭഗവാൻ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ണിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ടെമ്പിളിലൊക്കെ വരുമ്പോൾ നല്ല സാരിയെ കൊടുത്ത് യാതൊരു വിധത്തിലുള്ള മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്, കാണുമ്പോൾ അരാജകം ഉണ്ടാകാത്ത അല്ലെങ്കിൽ ആകർഷണം ഉണ്ടാവാത്ത രീതിയിലുള്ള വസ്ത്രദാനങ്ങൾ ധരിച്ചിട്ട് വേണം നമ്മൾ ടെമ്പിളിൽ വരാൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പ്രഭാതത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അപ്പൊ അതുകൊണ്ടാണ് അത് പരമശത്രുവായിട്ടാണ് ആ കാമത്തെ ഈ 2-3 ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധി രസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയത്യേഷാം ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു, അല്ലെ? ഇത് ഈ ഭഗവത്ഗീത തരുന്ന ഏറ്റവും വലിയ അറിവുകളാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ ഇത് എങ്ങനെയാണ്, നമ്മൾ പറയാലോ, എന്താണ്, ഒരു പ്രൊട്ടക്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ എന്തൊക്കെ കടന്നിട്ടാണ് വരുന്നത് നമ്മൾ ചില കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കാമം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ, അതുപോലെ മനസ്സ്, ബുദ്ധി, ഇതൊക്കെ കാമത്തിന്റെ ഇരിപ്പിടങ്ങളാണ്. ഇവിടെയൊക്കെ നമ്മൾ എന്താണ്, ഭഗവാനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഭക്തിയുപാസന ചെയ്യുന്നതിലൂടെ, നാമജപത്തിലൂടെ മാത്രമാണ് ഇതിൽ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഈ മിഥ്യാഹംഭാവത്തെ കുറിച്ച് ഭാഗവതം ഭംഗിയായിട്ട് വിവരിക്കുന്ന ഒരു ഇത് പറയുന്നുണ്ട്. ധാതുത്രയ നിർമ്മിതമായ ദേഹത്തെ ആത്മാവായും കളത്രാദികളെ സ്വബന്ധുക്കളായും ജന്മഭൂമിയെ പൂജനീയമായും കരുതി അതീന്ദ്രിയ ജ്ഞാനികളെ കണ്ടുമുട്ടണമെന്ന ലക്ഷ്യമില്ലാതെ സ്നാനത്തിന് വേണ്ടി മാത്രം തീർത്ഥാടനം നടത്തുന്നവൻ വെറും പശുവോ കഴുതയോ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഈ മിഥ്യാ അഹങ്കാരം എന്നുള്ളത്, മിഥ്യാഭാവം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഈ ശ്ലോകം പറയുന്നത്. ശ്ലോകം 41. തസ്മാത്വമിന്ദ്രിയാണാദോ നിയമ്യ ഭരതർഷഭഃ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക എന്ന് പറയുകയാണ്. നശിപ്പിച്ചു കളയാനാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക നിസ്സാരമല്ല, പക്ഷെ നമുക്കെല്ലാം സാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നേരത്തെ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടുതലായിട്ട് നമ്മൾ എന്തിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത് അത് നമ്മൾ ആദ്യം ബ്രേക്കപ്പ് ചെയ്യുക. ബ്രേക്കപ്പ് ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് ആ രീതിയിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഭഗവാൻ ആ താല്പര്യത്തിനനുസരിച്ച് ഭഗവാൻ പ്രവർത്തിക്കും, അല്ലെ? കാരണം എന്താണ്, നമ്മുടെ ഗുരുപരമ്പരയിലൂടെ ഭഗവാൻ നമുക്ക് വേണ്ടി, നമ്മുടെ ഗുരുപരമ്പര നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കേട്ടിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ഭഗവാൻ ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഈശ്വര പ്രേമത്തിന്റെ വികല പ്രതിബിംബമാണ് കാമം എന്ന് പറയുന്നത്. നമ്മള് അതിന് വരാൻ പോകുന്ന കാര്യമാണ്, അതിപ്പോ പറയുന്നില്ല. അപ്പൊ ജീവാത്മാവിന് ആദ്യം മുതൽക്കേ കൃഷ്ണാവബോധ ശിക്ഷണം ലഭിച്ച ഒരാൾക്ക് അങ്ങനെ സ്വാഭാവികമായ ദൈവപ്രേമം കാമമായി അധപതിക്കില്ല. ഈശ്വരപ്രേമം കാമമായി മാറിയാൽ സ്വാഭാവിക നില കൈവരിക്കാൻ പ്രയാസമേറും. എന്നിരിക്കലും കൃഷ്ണാവബോധത്തിന്റെ ശക്തി അമേയമായകയാൽ വൈകി മാത്രം ആരംഭിക്കുന്നവനും ഭക്തി നിർഭരമായ സേവനത്തിന്റെ നിബന്ധനകൾക്ക് വഴിപ്പെടുന്നതും കൊണ്ട് ഈശ്വരപ്രേമിയാകാം. അപ്പോ കാമത്തെ ദൈവപ്രേമമാക്കി മാറ്റുകയും ചെയ്യാന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാനില് നമ്മൾ ഇത് ചെയ്യുക, അല്ലെ? നമുക്ക് ഇപ്പോ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആ ഭോഗ തയ്യാറാക്കിയിട്ട്, അല്ലെ, നല്ലൊരു ഫ്രൈഡ് റൈസ്,
എന്താണ് ഗോപി മഞ്ജുവിനെ കണ്ടേ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങള് നമ്മൾ ആ രീതി അത് ഭഗവാന്റെ ഉച്ഛിഷ്ടമായിട്ട് കണ്ടുകൊണ്ട് അത് കഴിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാൻ ഒരിക്കലും ഇത് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അത് ഭഗവാനായിട്ട് സമർപ്പിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ശ്ലോകം 42. ഇന്ദ്രിയാണി പരണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തുതഃ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. അല്ലെ? നമ്മൾ ഭഗവാന്റെ ആ രഥത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണിത്. അപ്പൊ കാമത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ തുറകളാണ് ഇന്ദ്രിയങ്ങൾ. കാമത്തിന്റെ സംഭരണി ശരീരം തന്നെ. ഇന്ദ്രിയങ്ങളിലൂടെ വേണം അതിനെ പുറത്തു വരാൻ. അതുകൊണ്ട് മൊത്തത്തിൽ ശരീരത്തേക്കാൾ ഉത്കൃഷ്ടമായ നിലയാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത്. നമ്മൾ ഇത് പലപ്പോഴും പറയുന്നുണ്ട്. അതായത് അതിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം സ്വാഭാവികമായി തന്നെ ഭഗവാനിൽ വ്യാപരിക്കും. എങ്ങനെ ചെയ്താലാണ്? എന്താണ് ഭഗവാനുമായിട്ട് ആത്മാവ് ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ, അല്ലെ? അപ്പോ നമ്മൾ നാമം ജപിക്കുന്ന എന്താണ്? യോഗം എന്നാണ് പറയുന്നത്. നമ്മുടെ നാമജപത്തിന് യോഗ ഇതൊരു പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മൾ ഭഗവാനായിട്ടാണ് കണക്ട് ആവുന്നത്. ഡയറക്റ്റ് ഭഗവാനായിട്ട് കണക്ട് ആവുകയാണ്. അപ്പൊ ആ കണക്റ്റിന് ഭംഗം വരാതിരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ സിൻസിയർ ആയിട്ട് നാമം ജപിക്കണം. അപ്പൊ അങ്ങനെ ജപിക്കുക മാത്രമാണ് നമ്മൾ ഭഗവാനും ജീവാത്മാവും പരമാത്മാവുമായിട്ട് അവിടെ കണക്റ്റഡ് ആവുകയാണ്, അല്ലെ? പലപ്പോഴും നമ്മൾ വൃന്ദാവനത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലവര് ശരീരം ഉപേക്ഷിച്ചിട്ടൊക്കെ ആത്മാവ് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് ആ ശരീരത്തിൽ കയറും, വീണ്ടും അവർക്ക് ജീവൻ ഉണ്ടാവാറൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനായിട്ട് കണക്ട് ആവുന്ന സമയത്ത് ഇപ്പോ വാൽമീകിയൊക്കെ എത്രയോ വർഷം രാമനാമം ജപിച്ചു. ആ ചിതൽപുറ്റ് വന്ന് ശരീരം മുഴുവൻ ജീർണിച്ചു. പക്ഷെ എന്നിട്ട് പോലും കാരണം എന്താണ്? അദ്ദേഹം ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എന്താണ്? അങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാൾക്ക് തന്റെ ഈ ഇതെല്ലാം ഇന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ആ ഭഗവാന്റെ കൺട്രോളിലായിരിക്കും പിന്നീട് പോകുന്നത്. കാരണം എല്ലാത്തിന്റെയും കൺട്രോളർ ഭഗവാനാണെന്നുള്ള ആ ധ്യാനം, ആ ബോധം നമുക്ക് ഉണ്ടാവും. 43. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മനാം ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. മഹാബാഹോ, ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനുറപ്പിച്ച് അദമ്യനായ കാമം എന്ന ശത്രുവിനെ കീഴടക്കുക. അപ്പൊ ആത്മീയ ബുദ്ധി എന്ന് പറഞ്ഞാലും കൃഷ്ണാവബോധമാണ്, ആത്മീയ ശക്തി എന്ന് പറഞ്ഞാലും അത് കൃഷ്ണാവബോധം തന്നെയാണ്. നമുക്ക് ഈ ശക്തി, കാമം എന്ന ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള ആ ശക്തി തരുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ കൃഷ്ണാവബോധം തന്നെയാണ്. അപ്പൊ കൃഷ്ണാവബോധം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിരാകാരമായ ശൂന്യതയെ ആത്യന്തിക ലക്ഷ്യമായി കരുതാതെ, അതായത് പറയാം ബ്രഹ്മം എന്നൊക്കെ പറയില്ലേ, പലരും ഈശ്വരൻ ഒരു വെളിച്ചമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും കരുതാതെ താൻ എന്നേക്കും ഭഗവാന്റെ സേവകനാണ്, തനിക്ക് ഒരിക്കലും ഭഗവാനാവാൻ സാധിക്കില്ല, അല്ലെ? ഭഗവാനെ പോലെ ആവാൻ സാധിക്കില്ല എന്ന് നമ്മൾ അറിയുന്നു. ഭഗവാന്റെ സേവകനാണ് നമ്മളെന്ന് നമുക്ക് അറിയാം. നമ്മൾ വേലക്കാരനാണ്, ഭഗവാന്റെ വേലക്കാരനാണ്. അപ്പൊ ആ വേലക്കാരനാണെന്നുള്ള ഒരു ഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. അപ്പൊ ഇന്ദ്രിയ സുഖത്തിനും അതീശത്തിനുമുള്ള ആഗ്രഹമാണ് ബന്ധനായ ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്താണ്? നമ്മുടെ ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം നമ്മുടേതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രു. ആ ആഗ്രഹം നമ്മൾ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഉറച്ച ബുദ്ധി കൊണ്ടിട്ട് എന്താണ്? കൃഷ്ണാവബോധത്തോടുകൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഉറച്ച ബുദ്ധിയെ തന്റെ വിശുദ്ധമായ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത അഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കുന്ന അഭൗതികം, അല്ലെ, ആത്മീയമായിട്ടുള്ള ഒരു അവസ്ഥ. ഇതാണ് ഈ അധ്യായത്തിന്റെ ചുരുക്കം. ഭഗവാൻ നോക്കൂ, എവിടെ നിന്ന് നമ്മളെ കൊണ്ടുവന്നിട്ട്, അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങളെ പിടിച്ചിട്ട് ഭഗവാൻ ഈ ശ്ലോകം ആരംഭിച്ചു മുതൽ തന്നെ ഭഗവാൻ ഏറ്റവും അവസാനം കൊണ്ടെത്തിയിരുന്ന നമ്മുടെ ജീവാത്മാവിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, ആ ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് നമ്മള് ഭഗവാൻ ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ദ്രിയ ദമനത്തിന് വേണ്ടി സ്വീകരിക്കാറുള്ള യോഗാനുഷ്ഠാനാദി കൃത്രിമാഭയങ്ങളോ ആകട്ടെ ആരെയും ആത്മീയമായ ഉത്കർഷത്തിന് സഹായിക്കില്ല. അതിന് ഉദാത്തമായ ബുദ്ധിയുടെ സഹായത്താൽ കൃഷ്ണാബോധത്തിൽ പരിശീലനം നേടുക തന്നെ വേണം. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ട
ഒറ്റ കാര്യമാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം കൃഷ്ണാവബോധം എന്നുള്ളത് നമ്മള് നമ്മൾ കേവലം ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു മുറിക്കകത്ത് നാമം ജപിക്കാനുള്ളതല്ല അത്. മറിച്ച് എന്താണ് അത് കൃഷ്ണാവബോധം നമ്മുടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ആ സത്സംഗത്തിൽ ഉണ്ടാവുക, ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക. പല രീതിയിലുള്ള സേവനമുണ്ട്. പ്രസാദം കൊടുക്കുക, പലരെയും ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭക്തനായിട്ട് മാറാനാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ അർജുന് പറഞ്ഞു. അപ്പൊ പകുതി അർജുനൻ ഒരു വ്യക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയുന്നു, മറിച്ച് ആ വ്യക്തി ആരെ കണ്ടാണ് ഫോളോ ചെയ്യേണ്ടത്, ഭഗവാൻ ആ ഫോളോ ചെയ്യുന്ന ഭഗവാനെ കുറിച്ച് തന്നെ ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞു തരികയാണ്. സമയം ഒരുപാട് അതിക്രമിച്ചു. ഹരേ കൃഷ്ണ. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, വെൽ എക്സ്പ്ലെയിൻഡ് ക്ലാസ് ആണ്, വളരെ നന്നായിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ആദിത്യ അധ്യായത്തിൽ ഭഗവാൻ ഈ യുദ്ധത്തിന് ഈ നടുവിൽ എന്നിട്ട് നടുവിലോട്ട് കൊണ്ടുപോകാൻ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ടല്ലോ. അന്നേരം ഇത് കൗരവർക്കും കേൾക്കാമല്ലോ ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ. അല്ല, കൗരവർക്ക് കേൾക്കാമല്ലേ ഭഗവാൻ പറയുന്ന കാര്യങ്ങള്? എന്റെ അറിവ് പ്രകാരം കൗരവർക്ക് അത് കേൾക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ദീർഘ പ്രഭുജി അതിനകത്തുണ്ടോ പ്രഭുജി? പക്ഷെ അതിനകത്ത് 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അതിനകത്ത് 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ശത്രുവിനും കേൾക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അതല്ല, അത് കേട്ടോണ്ട് കൗരവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിക്കുന്നത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൗരവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ ഒരു സീനിയർ ഡിവോട്ടി പറയുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം. ഗുണങ്ങള മാതാജി. ദീർഘ പ്രഭുജി. ഹരീഷ് പ്രഭു, എന്താണ് ചോദ്യം? എന്തായിരുന്നു പ്രഭു? ഹരീഷ് പ്രഭുജി. പ്രഭുജി കേട്ടിരുന്നോ ചോദ്യം? പ്രഭു, നമ്മുടെ ഭഗവാൻ അർജുനന്റെ സേനയൊരു ഉപയോഗ മധ്യേ ഭഗവാൻ കൊണ്ടുപോയിട്ട് അർജുനനെ നിർത്തുമല്ലോ ഈ സേനയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഭഗവാൻ കൊടുക്കുന്ന ചോദ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ. കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെന്നാണ് പ്രഭുജി പറഞ്ഞത്. ഇല്ല, സേനയുടെ നടുക്ക് വെച്ചിട്ട് ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നു, അർജുനൻ കേൾക്കുന്നു. അത് വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയൻ കേൾക്കുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. പക്ഷെ ധൃതരാഷ്ട്രർക്ക് ഒരു പ്രയോജനം കിട്ടിയില്ല. കാരണം അദ്ദേഹം കേൾക്കേണ്ട ആ സെയിം മൂഡിലല്ല അദ്ദേഹം കേട്ടത്. അർജുനൻ പ്രോപ്പറായിട്ടുള്ള മൂഡിൽ കേട്ടു, അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായി. ബാക്കി പാണ്ഡവരോ കൗരവരോ ആരും തന്നെ ഇത് കേട്ടിട്ടില്ല. എന്റെ ഒരു അറിവ് അതായിരുന്നു. പക്ഷെ പ്രഭുജി പറയുന്നത് അത് അങ്ങനെ കേട്ടു ഇത് പറയുന്നുണ്ടെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ കേട്ടിട്ടില്ല എന്നാണ്. കാരണം പ്രഭുജി 1-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ ശ്ലോകം ഓർക്കണില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, വിശദീകരണം പറയുന്നുണ്ട്. പ്രഭുവാദർ ഇതിനെപ്പറ്റി പ്രഭാതിച്ച് വിശദീകരണം പറയുന്നുണ്ട്. ഇത് അവർക്കും കേൾക്കാം, ശത്രുവിന് പോലും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നതെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. വായിച്ചപ്പോ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നില്ല. ഞാൻ നോക്കിയിട്ട് പറയാം പ്രഭു, എനിക്കറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ അറിവ് എങ്ങനെയാണ്, അർജുനാണ് കേട്ടത്, വേറെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ 11-ാം അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്കും വിശ്വരൂപ ദർശനം കാണുമ്പോഴത്തേക്കും, വിശ്വരൂപ ദർശനം അർജുൻ കാണുന്നുണ്ട്, സഞ്ജയൻ കാണുന്നുണ്ട്, ബാക്കി ലോകത്തിലുള്ള ബാക്കി ലോകങ്ങളിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് വിശ്വരൂപ ദർശനം. അവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ കാണുന്നതായിട്ട് എങ്ങും പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ,
ഉപരിലോകങ്ങളിലുള്ള ആൾക്കാരൊക്കെ അത് കണ്ട് അവര് ഭഗവാനെ നമസ്കരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഭഗവത്ഗീത കേൾക്കുന്നതിനെ പറ്റി എവിടെയെങ്കിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം പ്രഭു. ആരാണിത് ചോദിച്ച ആരാണ്? ഞാൻ നാളെ അതിന്റെ ഇത് ആ സ്ക്രീൻഷോട്ട് ഇട്ട് ഓക്കെ തരാം പ്രഭു. പ്രഭുജി. ഓക്കെ ശരി. ഓക്കെ ഹരേ കൃഷ്ണ. ഇനി ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നരസിംഹ പ്രാർത്ഥനയിൽ വൈൻഡപ്പ് ചെയ്യാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപു വക്ഷഃ ശ്രീലതങ്കാനകാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹോ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിർ ശരണം പ്രപദേ തവ കരകമലവരേ നകാ അദ്ഭുത ശൃംഗ ദലിത ഹിരണ്യകശിപു തനുഭൃംഗ കേശവതീർത്ഥ നരഹരി രൂപ जय जगदीश हरे जय जगदीश हरे तव कर कमलवरे नका अद्भुत शृंग दलिता हिरण्यकशिपु तनुभृंग Hare केशव Krishna, Krishna, Hare Krishna, नरहरि Hare जय जगदीश हरे जय जगदीश हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण Krishna, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. हरे कृष्ण